ജൻസി പ്രക്ഷോഭത്തിൽ ഒരു രാഷ്ട്രം ദിവസങ്ങൾക്കുള്ളിൽ നിലംപരിശായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രക്ഷോഭം ആളിക്കത്തിയ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴും കലാപം തുടരുന്നുണ്ട്, പ്രക്ഷോഭം തുടരുന്നുണ്ട് എങ്കിൽ പോലും ഒരു ശാന്തതയിലേക്ക് നേപ്പാൾ നീങ്ങുമോ എന്ന സൂചനകൾ ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭകാരികളുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ, അവരോട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന നിർദ്ദേശം ഉൾപ്പെടെ സൈന്യം നൽകുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കും എന്നതാണ് സൈന്യം ഇപ്പോൾ പറയുന്നത്. അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്ന് സൈനിക മേധാവി അശോക് രാജ് പ്രക്ഷോഭകാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമാധാനം പാലിക്കണമെന്ന ആഹ്വാനമാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്നത്. താൽക്കാലികമായി ഈ പ്രക്ഷോഭങ്ങൾ നിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ഒരു നിർദ്ദേശം സൈന്യം മുന്നോട്ട് വെക്കുന്നു. കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ നിയന്ത്രണം സൈന്യത്തിന്റെ കയ്യിലാണ്. ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന ഒരു നിർദ്ദേശം പ്രക്ഷോഭകാരികൾക്ക് നൽകുകയാണ്. നേപ്പാളിലെ ജയിലുകൾ തകർത്ത് പ്രക്ഷോഭകർ അവിടെ പൊഖ്റ, ധങ്കതി ജയിലുകളാണ് പ്രതിഷേധക്കാർ തകർത്തത്. നിരവധി തടവുകാരെ രക്ഷപ്പെടുന്നതിന് വഴിവെച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് 900ഓളം തടവുകാർ രക്ഷപ്പെട്ടു എന്ന വിവരമൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. കാഠ്മണ്ഡുവിലെ നഖു ജയിലും തകർത്തു. മുൻ ആഭ്യന്തരമന്ത്രി രവി ലാമിച്ചേനയെ പ്രക്ഷോഭകാരികൾ മോചിപ്പിച്ചു. അങ്ങനെ ജയിലുകൾ തകർത്ത് അവിടെ നിന്നുള്ള ആളുകളെ മോചിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കലാപം തുടരുന്നു എന്ന് തന്നെ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരു അല്പം പ്രക്ഷോഭം തണുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അവർ മുന്നോട്ട് വെക്കുന്ന ചില ഉപാധികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജ്യം വിട്ടു, അദ്ദേഹം ദുബായിലേക്ക് കടന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. സൈന്യത്തിന്റെ പ്രത്യേക ഹെലികോപ്റ്ററിലാണ് ശർമ്മ രാജി വിട്ടത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണ കണക്കിലെടുക്കുകയാണെങ്കിൽ കാഠ്മണ്ഡുവിന്റെ മേയറായ ബലേന്ദ്ര ഷാ ഇനി ഒരു നിർണായക പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും എന്ന സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു താൽക്കാലിക സംവിധാനം അധികാരം ഏറ്റെടുക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരുന്നു. അപ്പോൾ ബലേന്ദ്ര ഷായാണ് പ്രക്ഷോഭകാരികൾ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന വ്യക്തി. അദ്ദേഹത്തിനുള്ള സാധ്യതയേറുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. അടുത്ത പ്രധാനമന്ത്രിയായി തന്നെ ജൻസി പ്രക്ഷോഭകാരികൾ ബലേന്ദ്രയെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. 35 വയസ്സുകാരനാണ് ബലേന്ദ്ര, കാഠ്മണ്ഡുവിന്റെ മേയറാണ് ഇപ്പോൾ. അദ്ദേഹമാണ് പ്രക്ഷോഭകാരികൾ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് അനുയോജ്യനായി കാണുന്നത്. അഴിമതിക്കെതിരായൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് പ്രക്ഷോഭകാരികളുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നടക്കുകയാണ് അവിടെ. നമുക്കറിയാം, ജൻസി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങൾ 26 സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം ഏർപ്പെടുത്തിയത് മൂലമുണ്ടായ പ്രക്ഷോഭം എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അഴിമതിയിൽ പൊറുതി മുട്ടിയ ഒരു യുവതയാണ് നേപ്പാളിൽ ഈ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അവർ അഴിമതിയും സ്വജനപക്ഷപാതവും ഒപ്പം തന്നെ തൊഴിലില്ലായ്മയും കൊണ്ട് അതിരൂക്ഷമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന യുവതയായിരുന്നു. അതാണ് അവരെ പ്രക്ഷോഭ രംഗത്തേക്ക്, ഈ നിരോധനം കൂടി ആയപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു വയലന്റായ ഒരു കലാപത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം പിൻവലിച്ചതിന് ശേഷവും ആ പ്രക്ഷോഭം കെട്ടടങ്ങാത്തത്. അപ്പോൾ നേപ്പാളിനെ നേർവഴിക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യവും സാധ്യതയുമാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ 900 പേർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്ത വരുമ്പോൾ അതിർത്തിയിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ യോഗം ചേരുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യവും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. നേപ്പാളിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ കഴിഞ്ഞ 30 വർഷത്തെ
അഴിമതി സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം വേണം, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന ആവശ്യം ഉണ്ടാകുന്നു. അപ്പോൾ കാലാകാലങ്ങളായി അഴിമതിയുടെ ഉത്തരങ്ങായിരുന്നു ഈ ഭരണരംഗം എന്ന് പറയുന്നത്. അങ്ങനെ ഭരണവർഗത്തിനും അവർ പിന്തുണയ്ക്കുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമായി കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അഴിമതി ലീഗലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യണമെന്ന ആവശ്യം പ്രധാനമായും പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇത് ജെൻസി സമൂഹ മാധ്യമ നിരോധനത്തിനെതിരെ നടത്തുന്ന ഒരു പ്രതിഷേധമായി മാത്രമല്ല, ഒരു രാജ്യത്തെ കുത്തഴിഞ്ഞ സംവിധാനത്തെ നേരെയാക്കാനുള്ള യുവതയുടെ തെരുവിലെ പോരായി കൂടി നമ്മൾ കാണണം. എന്തായാലും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സമ്മർദ്ദം പ്രക്ഷോഭകാരികൾ ഇപ്പോഴും നടത്തുകയാണ്. അതേസമയം നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു. അവർ പ്രക്ഷോഭകാരികളോട് പ്രക്ഷോഭം നിർത്തിവെച്ച് ചർച്ചയ്ക്ക് സന്നദ്ധമാകാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് ഇന്ത്യയും ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അയൽരാഷ്ട്രമാണ്. അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ അയൽരാഷ്ട്രങ്ങൾ പലതും കലുഷിതമായ സാഹചര്യങ്ങളാണ്. ശ്രീലങ്കയായാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ ഈ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണ്. അഫ്ഗാനിസ്ഥാനിലും നമ്മൾ കണ്ടതാണ്. നേപ്പാൾ എപ്പോഴും അരക്ഷിതമായിരുന്നു. അരക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേപ്പാളിൽ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യവും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. സ്ഥിരതയുള്ള ഒരു സർക്കാരും ഇതുവരെ നേപ്പാളിൽ ഉണ്ടായിട്ടില്ല. 5 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരും ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനമന്ത്രിയും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ സമാനമായ സാഹചര്യങ്ങൾ അവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത്തവണ കണ്ടത് ലോകം തന്നെ ഞെട്ടിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. 2-3 ദിവസത്തെ പ്രക്ഷോഭം കൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെയും ആളുകൾക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്നും നേപ്പാളിനെ വേട്ടയാടിയിരുന്ന അഴിമതിക്കെതിരെ കൃത്യമായ നടപടി എന്നൊരാവശ്യം ഉന്നയിക്കുകയാണ് പ്രക്ഷോഭകർ. അപ്പോൾ നേപ്പാളിന്റെ ശുദ്ധീകരണത്തിന് ഈ ജൻസി പ്രക്ഷോഭം വഴിവെക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു.